ഭൂമിയിലെ അന്തരീക്ഷ പാളികൾ. ഭൂമിക്ക് ചുറ്റും സെവറൽ തൗസൻഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഡീപ്പ് ബ്ലാങ്കറ്റ് ഓഫ് ഗേഷ്യസ് കവറാണ് അറ്റ്മോസ്ഫിയർ. ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിൽ കുറേ ലേയേഴ്സ് ഉണ്ട്. ആൻഡ് ഈ ഓരോ ലേയേഴ്സിനും അതിൻ്റേതായ പ്രത്യേകതകളും ഉണ്ട്. നമുക്കറിയാം, അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, അതുപോലെ ജലാംശം, പൊടിപടലങ്ങൾ എന്നിവ കാണപ്പെടുന്നു. ഭൗമോപരിതലത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന മേഖലയാണ് ഹോമോസ്ഫിയർ. 90 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹെട്രോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൻ്റെയും അതുപോലെ സ്പേസിൻ്റെയും അതിർവരമ്പ് ബൗണ്ടറിയാണ് കാർമൻ ലൈൻ അഥവാ കാർമൻ രേഖ. ഓരോ ഹൈറ്റിലെയും ടെമ്പറേച്ചറിൻ്റെ ബേസിസിൽ ഭൂമിയുടെ അന്തരീക്ഷം 4 പാളികളായി തിരിച്ചിരിക്കുന്നു: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ ആൻഡ് തെർമോസ്ഫിയർ. ഓരോ ലെയേഴ്സിനെയും കുറിച്ച് നോക്കാം. ഫസ്റ്റ്, ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ 8 മുതൽ 18 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇക്വേറ്റർ റീജിയനിൽ എയർ ഹീറ്റായിട്ട് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് 18 കിലോമീറ്റർ വരെ ഉയരമുണ്ട്. അതേസമയം പോൾസിൽ, അതായത് ധ്രുവങ്ങളിൽ 8 കിലോമീറ്ററുമാണ്. എൻറ്റയർ അറ്റ്മോസ്ഫിയറിൽ മെറ്റീരിയോളജിക്കലി ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സോണാണ് ട്രോപ്പോസ്ഫിയർ. ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിനും അതുപോലെ ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. ഇതിനെല്ലാം പുറമെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ, ചുഴലിക്കാറ്റ് തുടങ്ങിയ എല്ലാ തരത്തിലുമുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്ന ലെയറാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള വായുപ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം അല്ലെങ്കിൽ ജെറ്റ് സ്ട്രീംസ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ആൻഡ് ഒരു ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 1 കിലോമീറ്ററിൽ 6.5 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറയും, അല്ലെങ്കിൽ 1 ഡിഗ്രി സെൽഷ്യസ് പെർ 165 മീറ്ററിൽ കുറയുമെന്നും പറയാം. ഈ ടെമ്പറേച്ചർ കുറയുന്ന റേറ്റിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ട്രോപ്പോസ്ഫിയറിന്റെ ടോപ്പ് മോസ്റ്റ് ലെയർ ആണ് ട്രോപ്പോപോസ്. ട്രോപ്പോസ്ഫിയറിനെയും അതുപോലെ നെക്സ്റ്റ് ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ബൗണ്ടറിയാണ് ട്രോപ്പോപോസ്. നെക്സ്റ്റ് ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോപോസ് എന്ന് തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്ന ലെയറാണ് സ്ട്രാറ്റോസ്ഫിയർ. നാഗ്രിയസ് ക്ലൗഡ്സ് കാണപ്പെടുന്നത് ഒഴിച്ചാൽ ട്രോപ്പോസ്ഫിയറിൽ ഓൾമോസ്റ്റ് ക്ലൗഡ്സിൽ നിന്നും ഫ്രീ ആണ്. മാത്രമല്ല, മറ്റ് അസോസിയേറ്റഡ് വെതർ ഫിനോമിനൻസ് ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് എയ്റോപ്ലെയിൻസ് ഒക്കെ ഫ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും ഐഡിയൽ കണ്ടീഷൻസ് ഉള്ള ഒരു ലെയറാണിത്. വെതർ കാമായിട്ടുള്ള ലോവർ സ്ട്രാറ്റോസ്ഫിയറിലും അതുപോലെ അപ്പർ ട്രോപ്പോസ്ഫിയറിലുമാണ് എയ്റോപ്ലെയിൻസ് ഒക്കെ ഫ്ലൈ ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിൽ ടെമ്പറേച്ചറിന് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് മാറ്റം വരുന്നില്ല. അതായത് ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഈ മേഖല അറിയപ്പെടുന്നത് സമതാപ മേഖല എന്നാണ്. ആൻഡ് ഒരു സർട്ടൻ ഹൈറ്റിന് ശേഷം സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറും കൂടുന്നു. ആൻഡ് ഈ ഒരു ടെമ്പറേച്ചർ ഇൻക്രീസിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ലെയറിലെ അപ്പർ പാർട്ടിലുള്ള ഓസോൺ ഗ്യാസിൻ്റെ പ്രസൻസ് ആണ്. നമുക്കറിയാം, ഓസോൺ ലെയറിലെ റിലേറ്റീവ് തിക്നെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഡോബ്സൺ യൂണിറ്റ്സിലാണ്. ഈ ലെയറിൽ ഓസോൺ മോളിക്യൂൾസിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ സൂര്യനിൽ നിന്നും വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് കംപ്ലീറ്റ് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു ലെയറിലാണ്. സ്ട്രാറ്റോസ്ഫിയറുടെ അപ്പർ ലിമിറ്റ് അറിയപ്പെടുന്നതാണ് സ്ട്രാറ്റോപോസ് എന്ന്. നെക്സ്റ്റ് ലെയറാണ് മീസോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരത്തിനനുസരിച്ച് ഈ ലെയേഴ്സിലെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ മീസോപോസിലാണ് അനുഭവപ്പെടുന്നത്. ഏകദേശം -80 ഡിഗ്രി സെൽഷ്യസ് മുതൽ -100 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാമത്. സ്പേസിൽ നിന്നും വരുന്ന മെറ്റീരിയോറൈറ്റ്സ്, അതായത് ഉൽക്കകൾ കംപ്ലീറ്റ് ബേണപ്പ് ചെയ്ത് പോകുന്ന ഒരു ലെയറാണ് മീസോസ്ഫിയർ. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലിയൂസൻ മേഘങ്ങൾ കാണപ്പെടുന്ന പാളിയും മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയറുടെ അപ്പർ ലിമിറ്റാണ് മീസോപോസ്. ആൻഡ് മീസോപോസ് ആണ് മീസോസ്ഫിയറിനെയും അതുപോലെ തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ബൗണ്ടറി. മീസോസ്ഫിയർ കഴിഞ്ഞിട്ടുള്ള ലെയറാണ് തെർമോസ്ഫിയർ. ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരം കൂടുന്തോറും താപനിലയിൽ, അതായത് ടെമ്പറേച്ചറിൽ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ് കാണുന്നത്. ധ്രുവപ്രദേശങ്ങളിൽ, അതായത് പോളാർ റീജിയൻസിൽ കാണപ്പെടുന്ന അറോറയുടെ ഉറവിടമാണ് തെർമോസ്ഫിയർ. ഓൾസോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, അതുപോലെ സാറ്റലൈറ്റ്സ് എക്സെട്ര ഓർബിറ്റ് ചെയ്യുന്നത് ഈ ഒരു തെർമോസ്ഫെറിക് ലെയറിലാണ്. റേഡിയോ ട്രാൻസ്മിഷന് ഹെൽപ്പ് ചെയ്യുന്ന ലെയറും തെർമോസ്ഫിയർ ആണ്. അതായത് എർത്തിൽ നിന്നും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയോ വേവ്സ് കംപ്ലീറ്റ് തിരിച്ച് എർത്തിലോട്ട് റിഫ്ലക്റ്റ് ചെയ്ത് കിട്ടുന്ന ലെയറും കൂടെയാണ് തെർമോസ്ഫിയർ. നെക്സ്റ്റ്, അയണോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പാർട്ടാണ് അയണോസ്ഫിയർ.
80 to 400 കിലോമീറ്റർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന അയണോസ്ഫിയർ ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ലെയർ ആണ്. ആൻഡ് ഇവരൊരു മെയിൻ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് ആറ്റംസിന്റെ അയണൈസേഷൻ ആണ്. അൾട്രാ വയലറ്റ്, അതുപോലെ എക്സ്റേ തുടങ്ങിയ തീവ്രമായിട്ടുള്ള സൂര്യരശ്മികൾ ഗേഷ്യസ് മോളിക്യൂൾസിനെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് അയോണീകരണം അല്ലെങ്കിൽ അയണൈസേഷൻ. ഈ ഒരു അയണൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഒരു ഇലക്ട്രിക്കലി ചാർജ്ഡ് ലെയർ എന്ന് വിളിക്കുന്നത്. സൂര്യനിൽ നിന്നുള്ള ഹെവി റേഡിയേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചറും കൂടുകയാണ് അയണോസ്ഫിയറിൽ ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിന്റെ മേൽപ്പാളിയെ പറ്റി ലോകത്ത് ആദ്യമായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് ദി അപ്പർ അറ്റ്മോസ്ഫിയർ. ആൻഡ് ഈ ഒരു അയണോസ്ഫിയറിനെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരനാണ് എസ് കെ മിത്ര.